ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ പ്രോഡക്റ്റ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, നമ്മുടെ കസ്റ്റമേഴ്സിനടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇവാൻഷിന്ന് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓൾമോസ്റ്റ് കസ്റ്റമേഴ്സിനൊക്കെ അറിയായിരിക്കും. അപ്പോൾ അറിഞ്ഞില്ലാത്തൊരു കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ. നമ്മളുടെ ഇവാൻഷിയിൽ വെബ്സൈറ്റ് വഴി മാത്രമാണ് നമ്മൾക്ക് പർച്ചേസിങ് വരുന്നത്. ഓൺലി വെബ്സൈറ്റിൽ മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് വാട്സപ്പോ ഫേസ്ബുക്ക് വഴിയോ ഒന്നും പർച്ചേസ് എടുക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്യുക. ഇല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചെറിയൊരു സ്കാം നടക്കുന്നുണ്ട്, അതുകൊണ്ടും കൂടെ കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ പറയാമെന്ന് വിചാരിച്ചത്. നമ്മളിടുന്ന വീഡിയോയുടെ താഴെ തന്നെ നമ്മുടെ പേജിൻ്റെ പ്രൊഫൈൽ പിക്ചറൊക്കെ വെച്ചിട്ട് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് അറിയാം, ഡീറ്റെയിൽസ് അറിയാം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടുന്ന ഒരുപാട് സ്കാംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്നും പോയി വീഴരുത്. ഇപ്പം നമ്മളിടുന്ന വീഡിയോസിൽ തന്നെ പറയാറുണ്ട് വെബ്സൈറ്റ് വഴി മാത്രമേ പർച്ചേസ് ഉള്ളൂ. അതിൽ തന്നെ നമ്മളൊരു പ്രോഡക്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. ആ പ്രോഡക്റ്റ് കോഡ് നിങ്ങൾ സെർച്ച് ചെയ്ത് പർച്ചേസ് ചെയ്താൽ മതി, നമ്മുടെ വെബ്സൈറ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ. ഇല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ തന്നെ കസ്റ്റമർ കെയർ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. അപ്പോൾ ഞാൻ ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആർക്കാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, ഇവാൻഷിയുടെ ഒഫീഷ്യൽ സൈറ്റിലോട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ആരും നിങ്ങളുടെ നിന്ന് നിർബന്ധിച്ച് പേയ്മെൻറ്റ് വാങ്ങിക്കത്തില്ല. അതും ഗൂഗിൾ പേ വഴിയൊന്നും ഒരു QR ഒന്നും അയച്ചു തന്നിട്ട് പേയ്മെൻറ്റ് വാങ്ങിക്കത്തേ ഇല്ല. അപ്പോൾ നമ്മൾക്ക് വാട്സപ്പ് ത്രൂ ഒരു ഓർഡേഴ്സും വരുന്നില്ല. നിങ്ങൾക്ക് ആകെ വെബ്സൈറ്റിലാണ് ഉള്ളത്. ഓരോ കസ്റ്റമറിൻ്റെ യോഗീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്തേക്കുന്നതാണ്. ഒരു കസ്റ്റമർ നമ്മൾക്ക് ഷെയർ ചെയ്ത് തന്ന നമ്പർ കാണിക്കുന്നത് കേട്ടോ. ഷെയർ ചെയ്ത് തന്ന ഡീറ്റെയിൽസാണ്. ഇതേപോലെ 2-3 സ്കാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ വീഡിയോ തന്നെ എടുത്തിട്ട് ഇപ്പം നമ്മളുടെ വീഡിയോയുടെ പ്രോഡക്റ്റ്സ് ചിലപ്പോൾ 999 1099 ഒക്കെ പ്രോഡക്റ്റ് ആയിരിക്കും. അത് ചിലപ്പോൾ 699 599 കൊടുക്കാമെന്നൊക്കെ ഉള്ള രീതിക്കായിരിക്കും പേയ്മെൻറ്റ്. അപ്പോൾ അത് കേൾക്കുമ്പോഴും കസ്റ്റമേഴ്സ് വേഗം കയറി പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ആർക്കാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നെല്ലാം ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഒന്നും കൂടി ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ഒന്നും കൂടി കയറി വിളിച്ച് ചോദിക്കും. കൺഫേം ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യും. വാട്സപ്പ് ത്രൂ ഒന്നും നമുക്ക് പേയ്മെൻറ്റ് വരുന്നില്ല, ഓർഡേഴ്സും വരുന്നില്ല. അപ്പം അതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് പർച്ചേസിങ് വരുന്നതെന്ന് ഒന്ന് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബയോയിൽ തന്നെ ivanshi.in ഇവിടെ നമ്മൾ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ivanshi.in കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റിലോട്ടാണ് പോകുന്നത്. നമ്മൾ റീസെൻ്റ്ലി ആഡ് ചെയ്ത പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. ഇത് കയറിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി. അഡ്രസ്സും എല്ലാം കൊടുത്ത്, അഡ്രസ്സും നിങ്ങളുടെ പേരും എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് പർച്ചേസ് ചെയ്താൽ മതി. ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ കയറിയിട്ടാണെങ്കിലും ivanshi.in സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് കിട്ടും. അതുവഴി പർച്ചേസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്. കാര്യം 2-3 കസ്റ്റമേഴ്സിൻ്റെ ഇങ്ങനെ പൈസ പോയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പൈസ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിൽ. ഞാൻ പല വീഡിയോസിലായിട്ട് പറയുന്നതാണ്, ഞങ്ങൾ കാണുന്ന മെസ്സേജസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പോളെ ബ്ലോക്ക് ചെയ്ത് കളയാറുണ്ട്. ചില മെസ്സേജസൊന്നും നമ്മൾ കാണാതെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് പോയി മെസ്സേജ് ഇടുന്നതിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് വഴി മാത്രമേ നമുക്ക് പർച്ചേസ് വരുന്നുള്ളൂ. അത് നോക്കി ചെയ്യുക. ബൈ.